ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ, കോർഡിനേഷൻ കോമ്പൗണ്ടിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. കോർഡിനേഷൻ നമ്പർ കാണാനാ? കോർഡിനേഷൻ നമ്പർ കാണാൻ എളുപ്പമാണ്. കോർഡിനേഷൻ നമ്പർ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോണോഡൻഡേറ്റ് ലിഗൻഡ് പ്ലസ് 2 into number of ബൈഡൻഡേറ്റ് ലിഗൻഡ് ഇത് ചെയ്താൽ മതി. പ്ലസ് 3 into number of ട്രൈഡൻഡേറ്റ്, അത് വേണ്ട, ട്രൈഡൻഡേറ്റ് ചോദിക്കില്ല. നമ്പർ ഓഫ് മോണോഡൻഡേറ്റ് ലിഗൻഡ് പ്ലസ് 2 into number of ബൈഡൻഡേറ്റ് ലിഗൻഡ്. അപ്പൊ ഇതിൽ എത്ര മോണോ ഉണ്ട് എത്ര ബൈ ഉണ്ട് എന്ന് അറിയണം. ഇത് മോണോ ആണോ ബൈ ആണോ? ഇതാ എത്തിലിൻ ഡയാമീൻ എന്നുള്ളത് ബൈഡൻഡേറ്റ് ലിഗൻഡ് ആണ്. ഓക്സലേറ്റോ C2O4 ബൈ ആണോ മോണോ ആണോ? ബൈഡൻഡേറ്റ് ലിഗൻഡ് ആണ്. ബൈഡൻഡേറ്റ് ലിഗൻഡ് ആണ്. ഇതിൽ മോണോഡൻഡേറ്റ് ലിഗൻഡ് ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഞങ്ങൾക്ക് എങ്ങനെയാ ബൈഡൻഡേറ്റ് ലിഗൻഡ് കണ്ടാൽ മനസ്സിലാവുക? രണ്ട് ബൈഡൻഡേറ്റ് ലിഗൻഡുകളെ നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. ഒന്ന് എത്തിലിൻ ഡയാമീനും മറ്റത് ഓക്സലേറ്റോ C2O4 2- ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. രണ്ട് ബൈഡൻഡേറ്റ് ലിഗൻഡുകളെ പഠിക്കാനുള്ളൂ. ഒന്ന് എത്തിലിൻ ഡയമീൻ ആണെങ്കിൽ മറ്റത് C2O4 2-. അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. രണ്ട് ബൈഡൻഡേറ്റ് ലിഗൻഡുകളെ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മോണോഡൻഡേറ്റ് ലിഗൻഡുകൾ ആയിരിക്കും. ഇവിടെ മോണോഡൻഡേറ്റ് ലിഗൻഡുകൾ ഉണ്ടോ? മോണോഡൻഡേറ്റ് ലിഗൻഡുകൾ 0 ആണ്. എത്ര ബൈഡൻഡേറ്റ് ലിഗൻഡുകൾ ഉണ്ട്? എത്ര ബൈഡൻഡേറ്റ്? 3 ബൈഡൻഡേറ്റ് ലിഗൻഡുകൾ ഉണ്ട്. സോ 3 ബൈഡൻഡേറ്റ് ലിഗൻഡ് ഉണ്ട്. അത് into 2 ചെയ്താൽ മതി. സോ എത്ര കിട്ടി? കോർഡിനേഷൻ നമ്പർ 6 കിട്ടി. നമ്പർ ഓഫ് ബൈഡൻഡേറ്റ് ലിഗൻഡ് into 2 ആണ്. യെസ്, കോർഡിനേഷൻ നമ്പർ കിട്ടി. റൈറ്റ് ദ ലിങ്കേജ് ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ലിങ്കേജ് ഒന്നുമില്ല. അതിൽ തന്നിരിക്കുന്നതിൽ NO2 ഉണ്ടോ നോക്കുക. NO2 ഉണ്ടോ നോക്കുക. ഉണ്ടാവും. അതായിരിക്കും ലിങ്കേജ് ഐസോമർസും കാണിക്കുക. അല്ലെങ്കിൽ CN ഉണ്ടോ നോക്കിയാൽ മതി. NO2 അല്ലെങ്കിൽ CN. മക്കൾ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ തന്നെ ഒരു മാറ്റവും വരുന്നത്. CR ഇവിടെ ഇടുക, NS3 ഇവിടെ ഇടുക. എന്താണോ അവർ തന്ന അങ്ങനെ തന്നെ എഴുതുക. NO2 പകരം മാത്രം ONO എന്ന് എഴുതി കൊടുക്കുക. ആഹാ കിട്ടി. NO2 പകരം ONO എന്ന് എഴുതി കൊടുക്കുക. ആൻസറായി മാറി. Draw the structure of EDTA. എത്തലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. എത്തലീൻ ഇതാണ് എത്തലീൻ CH2. ഇതാണ് എത്തലീൻ. ഇതാണ് ഡയമൈൻ. ടെട്രാ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4 അസറ്റേറ്റാ. CH2CO-. ഇത് 4 അസറ്റേറ്റാ. ടെട്രാ അസറ്റേറ്റ് ആണ്. എത്തലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. ക്ലിയർ ആണോ? എത്തലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. ക്ലിയർ അല്ലേ? യെസ്. എക്സ്പ്ലെയിൻ ദ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണേറ്റ്. മെറ്റൽ കാർബണേറ്റ് ബോണ്ടിങ് എന്താ വെച്ചാൽ സിനർജിക് ബോണ്ട് എന്ന് പറയും. എന്താ? സിനർജിക് ബോണ്ടുകളാണ്. മെറ്റൽ കാർബണേറ്റ് ബോണ്ടിങ് എന്താ? സിനർജിക് ബോണ്ടുകൾ. മെറ്റലും കാർബണേറ്റും തമ്മിൽ 2 ബോണ്ടുകളാണുള്ളത്. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. ഉള്ളത്. സിഗ്മ ബോണ്ടും. എങ്ങനെയാണ് സിഗ്മ ബോണ്ട് ഉണ്ടാവുക, എങ്ങനെയാണ് പൈ ബോണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് സിഗ്മ ബോണ്ട്? മെറ്റലും കാർബണേലും തമ്മിൽ ബോണ്ടിലാകുക 2 ബോണ്ടുകൾ ഉണ്ട്. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. എങ്ങനെ സിഗ്മ ബോണ്ടും? കാർബണേലിന് 2 ഇലക്ട്രോണുകൾ മെറ്റലിലേക്ക് കൊടുത്താൽ ഉണ്ടാവുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സിഗ്മ ബോണ്ട്. പഠിച്ചു വെച്ചോ. 2 മാർക്ക് ഉറപ്പായിട്ട് ചോദിക്കും. കാർബണേലിനും 2 ഇങ്ങനെ വരച്ചാൽ മതി. കാർബണേലിന് 2 ഇലക്ട്രോണുകൾ മെറ്റലിലേക്ക് കൊടുത്താൽ സിഗ്മ ബോണ്ട്. മെറ്റലിന് 2 ഇലക്ട്രോണുകൾ കാർബണേലിൽ കൊടുത്താൽ ആ ബോണ്ടാണെന്ത്? പൈ ബോണ്ട്. പൈ ബോണ്ട്. അപ്പൊ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. കാർബണേലിനും 2 ഇലക്ട്രോണുകൾ മെറ്റലിലേക്ക് കൊടുത്താൽ സിഗ്മ ബോണ്ട്. മെറ്റലിന് 2 ഇലക്ട്രോൺ കാർബണേലിലേക്ക് കൊടുത്താൽ പൈ ബോണ്ട്. അപ്പൊ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. അപ്പൊ മെറ്റൽ കാർബണേലിലെ ബോണ്ടിങ് എന്ന് വെച്ചാൽ സിനർജിക് ബോണ്ട് ആണ് മക്കളെ. സിനർജിക് ബോണ്ട്. ക്ലിയർ അല്ലേ? യെസ്. Draw the structure of geometrical isomer of CONH3 twice Cl2. Fe മക്കളെ ശ്രദ്ധിച്ചോ. NH3യും 4 ലിഗാൻഡുകൾ ആയതുകൊണ്ട് ഇങ്ങനെ സ്ട്രക്ചർ. NH3യും സെയിം സൈഡ് എഴുതുക. NH3യും സെയിം സൈഡ് എഴുതാൽ അതിനെ വിളിക്കുന്ന പേരാണ് സിസ്. അപ്പൊ CN സെയിം സൈഡ് എഴുതണം. ക്ലിയർ അല്ലേ? ഇനി Fe NH3യും ഓപ്പോസിറ്റ് സൈഡ് എഴുതിയാൽ NH3യും ഓപ്പോസിറ്റ് സൈഡ് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ട്രാൻസ്. എന്താ വിളിക്കുക? ട്രാൻസ്. CNനും ഇത് ട്രാൻസ് ആണ്. എന്താ പറയുക? ട്രാൻസ്. ഇതേതാ? സിസ് ആണ്. NH3യും സെയിം സൈഡ് എഴുതി അതിനെ വിളിക്കുന്ന പേരാണ് സിസ്. NH3യും ഓപ്പോസിറ്റ് സൈഡ് എഴുതി അതിനെ വിളിക്കുന്ന പേരെന്താ? ട്രാൻസ്. അപ്പൊ NH3യും സെയിം സൈഡ് സിസ് ആണെങ്കിൽ NH3യും ഓപ്പോസിറ്റ് സൈഡ് എന്താ? ട്രാൻസ് ഐസോമർ ആണ്. ക്ലിയർ അല്ലേ? യെസ്. എക്സ്പ്ലെയിൻ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ഫർണസ് തിയറി. ഇതാ
ഇതാണ് വെർണേഴ്സ് തിയറി. CrNH36Cl3. ഇതാണ് വെർണേഴ്സ് തിയറി. രണ്ട് ടൈപ്പ് വാലൻസിയാ. ഇതിനെ വിളിക്കുന്ന വാലൻസിയെ സെക്കൻഡറി വാലൻസി എന്നും ബ്രാക്കറ്റിന് പുറത്തുള്ള വാലൻസിയെ പ്രൈമറി വാലൻസി എന്ന് വിളിക്കും. പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത്, ഇത് ഓൾവേസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. പ്രൈമറി വാലൻസി ഇത് നെഗറ്റീവ്ലി ചാർജ് ഓർ ന്യൂട്രൽ മോളിക്യൂൾ. കഴിഞ്ഞു. ഏതൊരു കോംപ്ലക്സിനും രണ്ട് ടൈപ്പ് വാലൻസി ഉണ്ടാവും. ഏതൊക്കെയാ? പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. ബ്രാക്കറ്റ് പുറത്തുള്ള വാലൻസിയെ പ്രൈമറി എന്നും ബ്രാക്കറ്റിനുള്ളിലുള്ള വാലൻസിയെ സെക്കൻഡറി എന്നും വിളിക്കും. പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ ആണ്. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണെങ്കിൽ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഓർ ന്യൂട്രൽ മോളിക്യൂൾസ്. ക്ലിയർ അല്ലേ? വെർണേഴ്സ് തിയറി കഴിഞ്ഞു. വളരെ എളുപ്പം. അടുത്ത്, ഡിഫറൻഷിയേറ്റ് ഡബിൾ സാൾട്ട് ആൻഡ് കോർഡിനേഷൻ കോംപ്ലക്സ്. ഒരു കോളത്തിൽ ഡബിൾ സാൾട്ട്, മറ്റത് കോഓർഡിനേഷൻ കോംപ്ലക്സ്. 2 പോയിന്റ് എഴുതിയാൽ മതി. കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ഡബിൾ സാൾട്ട്, കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആയിരിക്കും ഡബിൾ സാൾട്ട്. ഇത് പാർഷ്യലി അയോണൈസ്ഡ്. ഡബിൾ സാൾട്ടിൽ may or may not be a coordinate bond. കോർഡിനേറ്റ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. കോർഡിനേറ്റ് ബോണ്ട്. may or may not be a coordinate bond. Here it should be a coordinate bond. Should be a coordinate bond. Coordinate bond must ആയിട്ട് ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ അല്ലേ? may or may not be a coordinate bond, but there should be a coordinate bond. Clear അല്ലേ? Yes. Completely ionized ആണ്, partially ionized ആണ്. May or may not be a coordinate, it should be a coordinate bond. Clear ആണ്? Yes. Mention 2 application of coordination complex. Coordination complex ന്റെ 2 application ഏതാണ് പറഞ്ഞിരിക്കുന്നത്? Separation, purification of metallurgical process. Metal extraction of gold പോലുള്ള gold silver പോലുള്ള മെറ്റലിന്റെ extraction of metal like gold silver ഇവയൊക്കെ native elements are pure സ്റ്റേറ്റിൽ കാണുന്ന elements are native elements. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ സിസ്പ്ലാറ്റിൻ, diamine dichloroplatinum 2 used for the treatment of cancer ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് സിസ്പ്ലാറ്റിൻ. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന കോർഡിനേഷൻ കോംപ്ലക്സിനെ വിളിക്കുന്ന പേരെന്താ? സിസ്പ്ലാറ്റിൻ. ക്ലിയർ അല്ലേ? യെസ്. A multi-dendrite ligand is following. Multi-dendrite ഒന്നിൽ കൂടുതൽ ഡെൻസിറ്റിയുള്ള ലിഗാൻഡുകൾ ഏതാണ് നോക്കുന്നത്? ഒന്നിൽ കൂടുതൽ ഡെൻസിറ്റിയുള്ള ലിഗാൻഡ് എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ്. 6 ആണ് ഡെൻസിറ്റി. കോർഡിനേഷൻ നമ്പർ 6 ആണ്. 6 ബോണ്ട് അറ്റ് എ ടൈം 6 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോർഡിനേഷൻ ലിഗാൻഡ് ആണ് എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ്. ഇവരൊക്കെ ഒരു ബോണ്ട്, ഇയാൾക്ക് 1 ബോണ്ട്, ഇയാൾക്ക് 1 ബോണ്ട്, ഇയാൾക്ക് 1 ബോണ്ട്, ഇയാൾക്ക് 1 ബോണ്ട്, ഇയാൾക്ക് 6 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും ഒരേ സമയം. എത്തിലീൻ ഡയമീൻ ടെട്രാസ് നമ്മൾ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റിന്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ് ഇല്ലേ? എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ് എത്ര ബോണ്ടാ? 6 ബോണ്ട്. 1 2 3 4 5 6 6 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലിഗാൻഡുകളാണ് എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. Explain the linkage isomers നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Draw the geometrical isomer of PT_NH3Cl2. ഇതാ PT വരയ്ക്കുക. 2 Cl സെയിം സൈഡ് വരയ്ക്കുക, അതാണ് സിസ്. 2 NH3 ഇവിടെ വരയ്ക്കുക. ശരി, അപ്പൊ സിസ് ആണ്. ഇനി 2 Cl ഓപ്പോസിറ്റ് വരച്ചാലോ? 2 Cl ഓപ്പോസിറ്റ് വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഐസോമർ. എന്താ വിളിക്കുക? ട്രാൻസ്. ഇത് സിസ് ആണെങ്കിൽ ഇത് ട്രാൻസ് ഐസോമർ ആണ് മക്കളെ. ട്രാൻസ് ഐസോമർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.